പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ കറി വറുത്തതാണ്. മീൻ കറി വയ്ക്കുന്നത് അയിലയാണ്, അധികം വലിപ്പമില്ലാത്ത അയിലയാണ്. പിന്നെ വറക്കുന്നത് മത്തി, അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് രണ്ട് തരത്തിലുള്ള മീനാണ്, അതായത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു മീനേ വാങ്ങലുള്ളൂ. ഇപ്പം ഇന്നിപ്പോൾ രണ്ട് തരത്തിലുള്ള മീനാണ് വാങ്ങിയത്, ഒക്കെ രണ്ടും പാകത്തിനെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 4 അയില, 4 മത്തി വറക്കാനും അയില കറി വയ്ക്കാനും, അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ കറി വറക്കുന്നത് അതിനുള്ള മീനാണ്. അപ്പോൾ മീനൊക്കെ നന്നാക്കുകയാണ്. പിന്നെ കുറച്ച് മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് തന്നെയാണ് നന്നാക്കാം. 4 ചെറിയ അയിലയാണിത്. ഇത് ചെറുത് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ്. പിന്നെ 4 മത്തി അത്യാവശ്യം വലുപ്പമുണ്ട്. ആ ചുവന്ന പാത്രത്തിൽ പൂച്ചയ്ക്കുള്ളതാണ് തല, അവിടെ പുറത്തുണ്ട്. പിന്നെ ഞാൻ കടയിൽ നിന്ന് കുറച്ച് നന്നാക്കുന്ന തല വേറെ കിട്ടും ഈ പൂച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തിയാണ് പിന്നെ അമ്മ നന്നാക്കുന്നത്. ഇതൊക്കെ പൂച്ചയ്ക്കുള്ളതാണ്. അയിലേൻ്റെ തലയൊക്കെ വേറെയും പൂച്ചകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും. വരുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട് രാവിലെ ഇവിടുന്ന്. അത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ ഇത് കറിയൊക്കെ ഉള്ളത്, വറക്കാനുള്ളത് വരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് നമുക്ക് പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് പാരാം. പാകമാണ് 2 നേരത്തിനുള്ള. പിന്നെ പച്ചമുളക്, തക്കാളി അതൊക്കെ നുറുക്കിയിടുകയാണ്. പിന്നെ ചുവന്ന മുളക് പൊടി കറി വയ്ക്കുന്നതിലേക്കും വറക്കുന്നതിലേക്കും. പിന്നെ മഞ്ഞൾപ്പൊടി രണ്ടിലും ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് രണ്ടിലും. നമ്മൾ വറക്കുന്നതിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മത്തി വറുത്തത് നല്ല രസമാണ്, പ്രത്യേകിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ടാണ്. അപ്പോൾ അതിലുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളീൻ്റെ അല്ലി. പിന്നെ നമ്മളെ തേങ്ങ ചിരവിയത് ഇതാണ് നമുക്ക് ഇനി അരയ്ക്കാനുള്ളത്. അപ്പോൾ അത് കറി വയ്ക്കുന്നതിലേക്ക് അരച്ചത് അത് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ച് വേവിക്കുക, വളരെ എളുപ്പമുള്ള ഒരു രീതി തന്നെയാണ്. അപ്പോൾ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ നോക്കുന്നുണ്ട്, വേവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മീൻ അത്യാവശ്യം വെന്ത് വന്നു. പിന്നെ അതിൽ നമ്മൾ കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാം, അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് മീൻ വറക്കാനാണ്. 4 മത്തി അത് വറക്കാനാണ്. ഒരു ട്രിപ്പ് തന്നെ വറുത്ത് പോകും, വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ അതാണ് ഇനി അടുത്ത്. അപ്പോൾ ഇനി 4 ഇട്ടിട്ടുണ്ട്. പഞ്ഞിയുണ്ട് മത്തിക്ക്. അപ്പോൾ ഇനി ഇത് നല്ല മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇനി മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറച്ചിട്ട് നല്ലപോലെ മൂത്ത് റെഡിയായി വന്നു. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ അയല കറി, തല നമ്മൾ ഇവിടെ
ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൂച്ചയ്ക്കുള്ളതാണ്. അത് ഇതിലിട്ടെന്ന് മാത്രം. എന്നിട്ട് ഇനിയൊന്ന് അതൊക്കെ പൊളിച്ച് വെച്ച് കൊടുക്കും പൂച്ചയ്ക്ക്. പിന്നെ നമ്മൾ ഇന്നലെ അവിയലായിരുന്നല്ലോ നമ്മളെ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ആ അവിയൽ ഇന്നലത്തെ കുറച്ച് ബാക്കിയുള്ളതാണ്. അത് ഇപ്പോൾ ഇന്ന് കഴിക്കുകയാണ്. പിറ്റേ ദിവസത്തേക്ക് നല്ല രസമാണ്. അപ്പോൾ പപ്പടം കാച്ചിയതും മുളക് വറുത്തുണ്ട്. പിന്നെ ഇതാ നമ്മളെ മീൻ വറുത്തത്. അപ്പോൾ അവിയൽ 2 ദിവസത്തിന് കണക്കായിട്ട് തന്നെ ഒക്കെ എടുക്കാം. അതായത് നല്ല രസമാണ്. പിറ്റേ ദിവസത്തേക്ക് ആ മോരിൻ്റെ പുളി ഒക്കെ ശരിക്കും ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണ്. ഇത് കണ്ടോ, ആ തലയൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ചെടുത്ത് ഇനിയുണ്ട് ഞാൻ കഴിക്കുന്ന അതിൻ്റെ മുള്ളും ഒക്കെ ഇടാണ്ട് എല്ലാം ചേർത്തിട്ടാണ് കൊടുക്കുക. അതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടത്തില്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.